സുധാ ജയ. ഓം തത്സത്. ശ്രീ വൈശാഖ മഹാത്മ്യം 14-ാമത്തെ അധ്യായം. ഓം ശ്രീകൃഷ്ണായ നമഃ. അത ചതുർദശോധ്യായഃ. സുതദേവന്റെ വാക്യം ഇങ്ങനെ കേട്ട നേരം മിഥിലാധിപരാജൻ പിന്നെയും ചോദ്യം ചെയ്താൽ, പൂർവമന്വന്തരത്തിങ്കലുണ്ടായിയവനും ദിവ്യമായിടും കഥ പലവും കേട്ടിരിക്കെ ഇപ്പാർ വംശേ പിറന്നീടുമെന്നും ശില്പുമാനരും ചെയ്ത വാക്യവും കേൾക്കമൂലം ബോധിച്ചിടുന്നതില്ല ബുദ്ധിമേ പോരായികയാൽ ബോധത്തെ ഉണർത്തേണം എന്നരുൾ ചെയ്തു തന്നെ. കേൾക്ക നീ പുരാണങ്ങൾ തോറും ഓരോരോ ഭേദം ഭോഷ്കല്ല വന്നുകൂടും അന്നേരം സന്ദേഹങ്ങൾ. കൽപ്പഭേദങ്ങൾ കൊണ്ടുണ്ടാകുന്നതും കഥാഭേദം അല്പവും നിനയാതെ യുക്തികളതീരിടോ. 7 കൽപ്പത്തിൻ മുമ്പേ ജനിച്ച മാർക്കണ്ഡേയൻ കോഴ കൂടാതെ അരുൾ ചെയ്തു മാമേശ കഥ. ഞാനതു തന്നെ ഭവാനോടുര ചെയ്തിടുന്നു. മാനുഷേശ്വര തെളിഞ്ഞിനിയും കേൾക്ക ഭവാൻ. മാധവ മാസധർമ്മം ഇതിനെ ഉപേക്ഷിച്ചു ബോധഹീനന്മാരന്യ ധർമ്മങ്ങൾ അനുഷ്ഠിച്ചാൽ ഗൗരവമായിടുന്ന നരകേ വാമോചിരം. ക്രൂരനാം പിശാചനായി വന്നിടും അവൻ പിന്നെ എന്നൊരു സൂക്ഷ്മധർമ്മ ദിവൻ അറിവാനൊരു കഥ. മന്നവ കേട്ടുകൊൾ നീ സാദരം ചൊല്ലാമിടോ. ക്ഷേത്രമുണ്ടതീനടുത്തെത്രയും വിഖ്യാതരായി ദുർവാസ ശിഷ്യന്മാരായി 2 പുത്രന്മാരുണ്ടായി. സർവവിദ്യാബോധിനിധി പാരകന്മാരാമവർ നിരപേക്ഷണന്മാരായി ഭിക്ഷാമാത്രാശനരായി വാണിടും ഗുഹ തന്നിൽ മിക്കതും വസിച്ചിടും. സത്യനിഷ്ഠനും തപോനിഷ്ഠനും എന്നവർ നാമം. സത്യനിഷ്ഠന്റെ വൃത്തി മുമ്പിനാൽ പറഞ്ഞിടാം. സന്തതം നാരായണ കഥ കേൾപ്പിച്ചതിനിച്ച ചിന്തയിലഞ്ഞങ്ങളിൽ ആശയില്ലവനേതും. കേൾപ്പിപ്പാൻ ആളില്ലാതെ കേൾപ്പതീനാളുണ്ടെങ്കിൽ കേൾപ്പിപ്പാൻ അവനിച്ച വിഷ്ണുമാഹാത്മ്യമല്ലോ. രണ്ടിനു മന്യന്മാരാതില്ലാതിപ്പോൾ ധ്യാനനിഷ്ഠൻ വേണ്ട കർമ്മങ്ങൾ ഭാരം ചുരുക്കോമെന്നുള്ളൂ. കഥ കേൾപ്പതീനേകനുണ്ടെന്നാലിലുമെന്നാൾ കേൾപ്പിപ്പാൻ ഒരുവനുണ്ടെന്നാലും അനുദിനം. കർമ്മങ്ങൾ ചെയ്യുകയില്ല, ഭോജനമാതിയില്ല, നിർമ്മല കഥാസക്തൻ സർവജ്ഞനറികനീ. വ്യാധിയാൽ നടപ്പതിനാളില്ലാതൊരു കുമാൻ മാധവ കഥ തൻ്റെ ഗൃഹത്തിൽ നിന്നു ചൊല്ലും. തുഷ്ടനായി കത്ര വാഴും സത്യനിഷ്ഠനുമെന്നാൽ കഷ്ടമെത്രയും കൂവ തോയത്തിൽ കുളിച്ചിടും. സൽക്കഥ കേളായികയാൽ ബന്ധുവർഗത്തിൽ കൃഷ്ണ കേൾക്കുമേൽ വർദ്ധിച്ചിടും നിന്നുള്ള ഭയം കൊണ്ടും. കേശവൻ തന്നെ കുറിച്ചുണ്ടാകുമരതിയും ആശുപോയിടും കഥ കേൾക്കുമ്പോൾ ശ്രദ്ധയുണ്ടാം. വസ്തുക്കളാകും ബന്ധുജനത്താലതു കാലം ചേതസി മഹൽ ജ്ഞാനമുണ്ടാകുമതുമൂലം. ജ്ഞാനമില്ലാത്തവർക്കു കർമ്മങ്ങളില്ല ഫലം. നൂനം തർപ്പണങ്ങളാൽ അന്ധന്മാർക്കെന്തു ഫലം. ജ്ഞാനിക്കു കർമ്മമെല്ലാം ശുദ്ധിയായി വന്നുകൂടും. മാനസ ശുദ്ധി കൊണ്ടു സൽക്കഥ കേൾക്കായി വരും. ശ്രവണാൽ ജ്ഞാനം ധ്യാനം മനനം അതും പിന്നെ. ശ്രവണേ ധരിക്ക നീ സകല ജ്ഞാനങ്ങളും. മാധവ കഥ നഹിയായ ദേശവും നല്ല സാധുവൃന്ദവും ഹീനമായുള്ള വാപസ്ഥലം. കേശവക്ഷേത്രം പശു തുളസീഹീനമായ ദേശേ വാഴുകെന്നുള്ളതെത്രയും മഹാകഷ്ടം. ഹരിനാമവും കഥ സാധുവർജിത ദേശേ നരന്മാർ മുതരായ ശാനനായി ഛതജന്മം. ഇത്തമോർത്തനാരദം സൽക്കഥാരഥനായി ചിത്തം മാധവേലി ചിരിക്ക സദാകാലം. അന്യനാം തപോനിഷ്ഠനനിശൻ കർമ്മസക്തൻ അന്യനും നിങ്കലാശ സ്വകർമ്മമൊഴിഞ്ഞില്ല. ചൊല്ലുവോനല്ല കഥ കേൾപ്പാനും കാലമില്ല. ചൊല്ലിടും കർമ്മഭംഗം വരുമെന്നോർക്കമൂലം. താനിരുക്കേടത്തൊരുവൻ വന്നു കഥ ചെന്നാൽ താനവീടുന്നു നീങ്ങി സ്വധർമാദികൾ ചെയ്യും. ചൊൽക്കൊള്ളും കഥയാരംഭിച്ചിടും അവീടേയും. അക്കഥ കേട്ടാൽ സ്നാനം മറ്റൊരിടത്തു നൂനം. തൽക്കർണങ്ങൾക്കും നാവും തൽക്കഥ നീടാതെ സൽക്കർമ്മ ഭംഗമെന്നു നിനച്ചു മഹാപാപി.
മരിച്ചു പിശാചനായി ജനിച്ചാനവൻ പിന്നെ ധരിച്ചിടുക നാമം ചിന്നകർണനെന്നല്ലോ. ശുഷ്കകണ്ഠോഷ്ടസുതാനുദേഹനായി വിശന്നേറ്റം ദുഷ്കൃതി ചിരകാലം പെരിക ദുഃഖം പൂണ്ടാൻ. രക്ഷിപ്പാനാരുമില്ല ഭക്ഷിപ്പാനേതുമില്ല തൽക്ഷണേ കർമ്മ ഫലമെന്നുണ്ടു മനസ്സിങ്കൽ. ദാഹത്തെ സഹിയാനുമേറ്റവും ക്ഷുതാർത്ഥനായി മോഹിച്ചു വീണു മുടൻ ഉണർന്നു എഴുന്നേറ്റും. വായുതന്മയിലേറ്റാൽ വാൾ കൊണ്ടെന്നതുപോലെ പേയഭക്ഷ്യങ്ങൾ വിഷമെന്നതു തോന്നുന്നതാ. ജലങ്ങൾ കണ്ടാലഗ്നി എന്നു തോന്നിയിടും ചിത്തെ പല നാളേവം വനീവിഗത ജനേവാണാൻ. ഒരു നാൾ വാരാണസി പുരിക്കു സത്യനിഷ്ഠൻ ധരണി സുതൻ തഥാരണ്യ ചെന്നിതു ബലാൽ. ചിന്നകർണനും ഭൂമി ദേവനും തമ്മിൽ കണ്ട ഉന്നത ഭയത്തോടു മൂടുന്ന പിശാചത്തെ മന്ദമായി വിളിച്ചു ചോദിച്ചു വൃത്താന്തമെല്ലാം. അന്നേരം നിജപൂർവ ജന്മവും കർമ്മങ്ങളും ഒന്നൊഴിയാതെ കേട്ട നേരത്തു സത്യനിഷ്ഠൻ തന്നെ പരമാർത്ഥമൊക്കെയും ചൊല്ലി. പിന്നെ ദുർനയനോടു തന്നെനിങ്ങനെ ചൊല്ലിയിടിനാൻ. നന്നു നന്നഹോ തവ ചേഷ്ടിതം ദുരാത്മാവേ, നിന്നുടെ സഖിയാകും ദുർവാസ ശിഷ്യനഹം ഒന്നിച്ചു വിദ്യാഭ്യാസം ചെയ്തതെന്നറിഞ്ഞാലും. മുഖ്യമാം ബ്രഹ്മേശ്വര ക്ഷേത്രവാസികൾ പുര മുഖ്യത കർമ്മത്തിനല്ലയോ ചൊല്ലി ഭവാൻ. ഭക്തരാ മഹാജ്ഞാനിമാരുടെ മതം കേട്ടാൽ ശുദ്ധവിപ്രന്മാർക്കേറ്റം കർമ്മവും വലുതെന്നും. സൽക്കഥ കേട്ടാൽ കർമ്മ വൈകല്യം വരുമെന്നും ദുഷ്കൃതിയായ ഭവാൻ എന്നോട് ചൊല്ലിയില്ലയോ. എന്നുടെ ദൃഷ്ടി തന്നിലേറ്റ കാരണമിപ്പോൾ ക്ഷജാലം ദൂരവേ കളഞ്ഞിടാം. ഇങ്ങനെ കേട്ട നേരം സത്യനിഷ്ഠന്റെ കാൽക്കൽ തിങ്ങിന ഭക്ത നമസ്കരിച്ചാൻ പിശാചനും. രക്ഷരക്ഷി ദീവീണ പാപിയെ കണ്ടു ദയാ ദക്ഷന സാധുശ്രേഷ്ഠൻ എഴുന്നേൽപ്പിച്ചു ശീഘ്രം. വൈശാഖമാസ മഹാത്മ്യമൊരു മുഹൂർത്താൽ ആശയാ കേട്ട പുണ്യം കൊടുത്തു പിശാചനും. അന്നേരം പാപങ്ങളും തശരീരവും പോയി സുന്ദരമായ ദിവ്യരൂപവും സിദ്ധിച്ചവൻ. സത്യനിഷ്ഠനെ കൂപ്പി നമസ്കാരവും ചെയ്തു സത്വരം ദിവ്യയാനം ഏറിപ്പോയി മറഞ്ഞു. അധ്യായ ചതുർദശം ഈ വണ്ണം ചൊല്ലിയിരുന്നേ ബദ്ധകൗതുകത്തോടു കേട്ടുകൊണ്ടിരുന്നാലും. ഇതി വൈശാഖ മഹാത്മ്യേ ചതുർദശോധ്യായ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ഓം തത്സത്. ഓം ശ്രീ വിഷ്ണു ഭുജംഗപ്രയാഗം. ഓം തത്സത്. മറന്നു. നാരായണീയം നമ്മുടെ അതിർത്തിയിൽ നമ്മെ കാക്കുന്ന എല്ലാവരെയും നന്മയ്ക്കായി പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും എല്ലാവിധ സൗഖ്യങ്ങളും ഉണ്ടാകണേ, യുദ്ധം വേഗം അവസാനിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നാരായണീയം നിത്യവും ഓരോ ദശകം പാരായണം ചെയ്യുകയാണ്. കേൾക്കുന്നവർക്ക് എല്ലാവർക്കും വീട്ടിലിരുന്നു കൊണ്ടും ഈ പാരായണത്തോടുകൂടി പങ്കുചേരാവുന്നതാണ്. കൂട്ടപ്രാർത്ഥന എപ്പോഴും ഭയങ്കര നല്ല ഫലം ചെയ്യും. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം